നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ഈശോ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റുന്നു. ഈ വചനഭാഗം മത്തായി സുവിശേഷം 14 അധ്യായം 13 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. ഇതേ ഭാഗം തന്നെ നമ്മൾ മർക്കോസ് സുവിശേഷത്തിലും 6 അധ്യായത്തിൽ, ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 9 അധ്യായത്തിലും, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6 അധ്യായത്തിലും വീണ്ടും കാണും. ഇപ്പോൾ സംഭവം നമുക്കറിയാം. ഈശോ ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ ജനങ്ങൾ അവൻ അവിടെ ഉണ്ടെന്ന് കേട്ട് അവനെ പിന്തുടർന്ന് അവിടെ ചെന്നു. അവൻ അവിടെ ചെന്നപ്പോൾ വലിയൊരു ജനതയെ കണ്ട് അവരോട് അനുകമ്പ തോന്നി. അവരെ രോഗികളെ സുഖപ്പെടുത്തി ഒരു വചനം പ്രസംഗിക്കുകയാണ്. അപ്പോൾ വൈകിട്ടായപ്പോൾ ശിഷ്യന്മാരെ ഈശോയോട് പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, ഒരു ഡെസേർട്ടഡ് പ്ലേസ് ആണ്, ഭക്ഷണം കിട്ടാനുള്ള സാധ്യതയില്ല, അതുകൊണ്ട് അവരെ പറഞ്ഞയക്കണം, അവർ ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, മത്തായിയുടെ സുവിശേഷത്തിൽ 14 അധ്യായം 16 വചനം, ജീസസ് said to them, they need not go away, you give them something to eat. അവർ പോകേണ്ടതില്ല, നിങ്ങൾ എന്തെങ്കിലും അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്കൊന്നുമില്ല, 5 റൊട്ടി കഷ്ണവും 2 മീനും, അത് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ഈശോ പറഞ്ഞു, അത് എൻ്റെ അടുത്തേക്ക് അവ കൊണ്ടുവരിക. അത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ജനത്തോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഈശോ അപ്പം എടുത്ത്, അതുപോലെ മത്സ്യം എടുത്തു, സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർ കൊടുത്ത് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ഒരു ഭക്ഷിച്ച് തൃപ്തരായി. നമ്മൾ വായിക്കുന്ന ശേഷിച്ച കഷ്ണങ്ങൾ 12 കൂട്ട നിറയെ ശേഖരിച്ചു. അപ്പം ഇതിൽ നമുക്ക് ലഭിക്കുന്ന ഒരാത്മീയ ചിന്തയെ പറ്റിയാണ് നമ്മളിന്ന് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത് വാക്യം ഇതാണ്, മത്തായി സുവിശേഷം 14 അധ്യായം 19 തിരുവചനം. Taking the 5 loaves and the 2 fish, he looked up to heaven and blessed and broke the loaves and gave them to the disciples, and disciples gave them to the crowds. അതായത് ആദ്യം അപ്പം അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ, അപ്പം മീനും കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവനതെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി, എന്നിട്ട് മുറിച്ച് ശിഷ്യന്മാർ കൊടുത്തു. ഇപ്പം ഈശോ ചെയ്യുന്ന പ്രവൃത്തികൾ, ഒന്ന് അടുത്തേക്ക് കൊണ്ടുവരാൻ പറയുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. രണ്ടാമത്തെ പ്രവൃത്തി, അതായത് ഒന്നാമത്തേത് ബ്രിങ് ഇറ്റ് ടു ജീസസ്, ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരണം. ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഈശോ അത് എടുത്തിട്ട്, രണ്ടാമത്തെ പ്രവൃത്തി ഹി ബ്ലസ്ഡ് ഇറ്റ്, അവൻ അതിനെ അനുഗ്രഹിച്ചു, വാഴ്ത്തി. മൂന്നാമത്തെ പ്രവൃത്തി ഹി ബ്രോക്ക് ഇറ്റ്, അവൻ അതിനെ മുറിച്ചു, വിഭജിച്ചു. നാലാമത് ഹി ഗേവ് ഇറ്റ് ടു അതേഴ്സ് ആൻഡ് ദേ വർ സാറ്റിസ്ഫൈഡ്, അവർ ഭക്ഷിച്ച് തൃപ്തരായി. അപ്പോൾ നാലാമത്തെ പ്രവൃത്തി അവർക്ക് കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഈശോ ഒരാളെ തിരഞ്ഞെടുത്താൽ നമ്മളെല്ലാവരെയും ഈശോ വിളിച്ച് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു.
അപ്പം ഈശോ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ചെയ്യുന്നത് ഈ 4 പ്രവൃത്തികളാണ്. ഒന്ന്, അടുത്തേക്ക് കൊണ്ടുവരാൻ പറയും. അതുകൊണ്ടാണല്ലോ റോമസ് ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണും, അവനവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. അപ്പം ആദ്യത്തേത് വിളിക്കലാണ്. വിളിച്ചു, അടുത്തേക്ക് ചെല്ലണം. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 39-ാം വചനം, ഹി സെഡ് ടു ദം കം ആൻഡ് സീ, വന്ന് കാണുക. അപ്പം അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. അന്ത്രയോസും സ്നാപയോഹന്നാൻ്റെ മറ്റൊരു ശിഷ്യനും സ്നാപയോഹന്നാൻ യേശുവിനെ പറ്റി പറഞ്ഞത് കേട്ട്, ഇതാണ് പറഞ്ഞത്, ഇവനാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ അന്ത്രയോസും മറ്റേ ശിഷ്യനും കൂടെ യേശുവിൻ്റെ പിന്നാലെ ചെന്നു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, നീ എവിടെയാണ് താമസിക്കുന്നത്? യേശുവിനോട് ചോദിച്ചു. അപ്പോൾ യേശു പറയുന്ന മറുപടിയാണ് ഈ ജോൺ 1:39, കം ആൻഡ് സീ. അപ്പോൾ ഈശോയുടെ അടുത്തേക്ക് വരണം. ഒന്ന്, അപ്പോൾ അവർ അപ്പം എടുത്ത് ഈശോയുടെ അടുത്തേക്ക് കൊടുക്കുക, അപ്പവും മീനും എടുത്ത്. ഈശോയുടെ അടുത്തേക്ക് വരുന്നവനെ ഈശോ എടുക്കും. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ മകനോ മകളോ ഇങ്ങനെ ചിന്തിക്കരുത്, ഞാൻ ഈശോയുടെ അടുത്തേക്ക് പോയിട്ട് എന്നാ കാര്യം, എനിക്കൊന്നുമില്ല, ഞാൻ ബലഹീനനാണ്. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് ഇവിടെ വെച്ച് പറയുകയാണ്, ദേ നീഡ് നോട്ട് ഗോ എവേ, അവർ പോകേണ്ടതില്ല, യു ഗീവ് ദം സംതിങ് ടു ഈറ്റ്. അതായത് നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട്, അത് ഈശോയ്ക്ക് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഇങ്ങനെ ചിന്തിക്കരുത്, നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, അങ്ങനെ ചിന്തിക്കരുത്. കാരണം ദൈവം നമ്മിൽ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ കഴിവ്, പല കാര്യങ്ങളും നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പം പഠനശേഷി ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ കാണുന്നില്ല. അപ്പം മറ്റെന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കും ദൈവം കഴിവ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നമ്മുടെ സമയമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത്, നമ്മുടെ പണം, അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനം, ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ, മറ്റുള്ളവരുള്ള ബന്ധങ്ങൾ, ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ദൈവം ഒരുപാട് കാര്യങ്ങൾ നമ്മിലേക്ക് വെച്ച് തന്നിട്ടുണ്ട്. അപ്പം കർത്താവിന് അതാ നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ഈശോയുടെ അടുത്തേക്ക് വരുന്നു, ഈശോയ്ക്ക് നമ്മൾ നമ്മുടെ സമയം, ചിലപ്പോൾ നമ്മുടെ അധികാരം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ആരോഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കർത്താവിന് കൊടുക്കണം. അപ്പോൾ കൊടുക്കുന്ന കാര്യങ്ങൾ കർത്താവ് എടുക്കും. അവനത് എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അനുഗ്രഹിച്ചു, വാഴ്ത്തി എന്നാണ് പറയുന്നത്. എന്നിട്ട് ശിഷ്യന്മാർക്ക് കൊടുക്കാൻ ഏൽപ്പിക്കുക, മുറിച്ച്. അപ്പം നമ്മൾ നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ കഴിവിനെ, നമ്മുടെ സമയത്തെ കർത്താവിന് കൊടുക്കുക. അങ്ങനെ കർത്താവിന് കൊടുക്കുമ്പം നമ്മുടെ സമയം കർത്താവിൻ്റെ സമയമായിട്ട് മാറും. അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
അപ്പം കർത്താവിനത് കൊടുത്തു. ഇപ്പം മർക്കോസ് 11:24 നമ്മളിങ്ങനെ വായിക്കുമല്ലോ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. Whatever you ask for in prayer with faith, believe that you have received it and it will be yours. അങ്ങനെ അത് പറയുന്നത്. അപ്പം അത് കിട്ടിയെന്ന് വിശ്വസിക്കണം. സത്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ടാകുകയില്ല, സാവകാശവും കിട്ടുകയുള്ളായിരിക്കും. പക്ഷെ നമ്മൾ കിട്ടിയെന്ന് വിശ്വസിക്കണം. അപ്പം എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നമ്മുടെ സമയത്തെ നമ്മൾ ആ കാത്തിരിപ്പിൻ്റെ സമയം ആ ദൈവത്തിന് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾക്കുള്ളത് കർത്താവിന് കൊടുക്കുക, മറ്റോ കർത്താവിന് അത് കൊടുക്കുന്നത്. ഇപ്പം ഈ സമയത്തിൻ്റെ കാര്യം സമയം കർത്താവിന് കൊടുത്തപ്പം അത് കർത്താവിൻ്റെ സമയമായിട്ട് മാറി. ദൈവത്തിനറിയാം എപ്പോഴത് കൃത്യം തരേണ്ടതെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ സമയമായിട്ട് മാറിയപ്പം നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ആർക്കെങ്കിലും ഒരു സാധനം കൊടുത്താൽ ആ സാധനം അയാളുടേതായിട്ട് മാറുകയാണല്ലോ നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നത്. അപ്പം നമ്മുടെ സമയം സമർപ്പിച്ചാൽ ദൈവത്തിൻ്റെ സമയമായിട്ടത് മാറുക. നമ്മുടെ ആ സമയം ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ ദൈവം കൃത്യസമയത്ത് പ്രവർത്തിച്ചു തരും, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഉചിതമായ സമയത്ത്. അതുപോലെ നമ്മുടെ ബുദ്ധിയെ നമ്മൾ എന്തെങ്കിലും ഒരു നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ടോ നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടോ പരിശ്രമിക്കുകയായിരിക്കും. നമ്മളത് കർത്താവിന് കൊടുക്കുകയാണ്. കർത്താവിന് കൊടുത്തപ്പോൾ നമ്മുടെ ബുദ്ധി കർത്താവിന് പണയം വെച്ചു, കർത്താവിന് പൂർണ്ണമായിട്ടും സമർപ്പിച്ചു. പിന്നീട് അത് കർത്താവിന് സ്വന്തമായിട്ട് മാറി. അപ്പം ദൈവം ഉചിതമായ സമയത്ത് പ്രവർത്തിച്ച് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനൊരു പ്രതിഫലം തരും. അപ്പം നമ്മൾ കൊടുക്കുന്നത് പൂർണ്ണ മനസ്സോടെ കൊടുക്കുമ്പോൾ കർത്താവ് അത് എടുക്കും. പിന്നെ അത് കർത്താവിൻ്റെ സ്വന്തമായി തീരുക. ഇതുപോലെയാണ് നമ്മുടെ സമ്പത്തും. അതുകൊണ്ടാണ് ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, ഞാൻ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുന്നു. എന്നിട്ട് പറയണം, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. അപ്പം ശാഖ ഈ തായ്തടിയോട് ചേർന്നാണ് നിൽക്കുന്നത്, സ്വയമേവ നിലനിൽപ്പില്ല. അപ്പം നമ്മളൊരു ശാഖയായിട്ട് കരുതിയാൽ നമ്മുടെ സമയം ഈ നമ്മൾ ആരോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നോ ആ സമയമായിട്ട് യോജിക്കുകയാണ്. അപ്പം മുന്തിരിച്ചെടി പ്രധാന തണ്ട് തീരുമാനിക്കുകയാണ്. ഇപ്പം പ്രധാന തണ്ടിനിപ്പം സമ്മർ സീസണാണ്. എന്നാൽ ശാഖ പറയുക, എനിക്ക് സമ്മറല്ല, എനിക്കിപ്പം വിൻ്ററാണ്. അങ്ങനെ പറ്റത്തില്ലല്ലോ. തായ്തണ്ടിന് സമ്മറാണെങ്കിൽ ശാഖയ്ക്കും സമ്മറായിരിക്കണം. അപ്പം ഈ സമയങ്ങളങ്ങ് ഒന്നിക്കും. നമ്മൾ ദൈവഹിതത്തിനൊത്ത് അങ്ങോട്ട് ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കഴിയുമ്പം നമ്മുടെ കാത്തിരിപ്പെന്നുള്ളൊരു പ്രശ്നം വരില്ല. പിന്നെ ദൈവത്തിൻ്റെ സമയമാണ്. നമ്മൾ തായ്തടിയോട് ചേർന്ന് നിൽക്കുമ്പം, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പം നമ്മുടെ സമയം നമ്മൾ കർത്താവിന് കൊടുത്തു, നമ്മുടെ ബുദ്ധി കർത്താവിന് കൊടുത്തു, നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ കർത്താവിന് കൊടുത്തു, നമ്മുടെ സമ്പത്ത് കൊടുത്തു. പിന്നെ കർത്താവ് അത് കൈകാര്യം ചെയ്യുക സമയം. അത് കർത്താവിൻ്റെ സമയമായിട്ട് മാറി. അങ്ങനെ വരുമ്പം നമ്മുടെ വിശ്വാസം സമയത്തെ കീഴടക്കും. ഫെയ്ത്ത് കോൺക്വേഴ്സ് ടൈം ആൻഡ് ഓൾസോ സ്പേസ്. ദൂരത്തെയും കീഴടക്കും. അതാ ശതാധിപൻ്റെ കാര്യത്തിൽ, വൃത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ്. ഇവിടെ നിൽക്കുമ്പം തന്നെ രോഗം സുഖപ്പെടുക. വിശ്വാസം അത്ര വലുതായിരുന്നു. ആ വിശ്വാസം വലുതായതുകൊണ്ട് ഇസ്രായേൽ ഒരുവനിൽ പോലും വിശ്വാസം കണ്ടിട്ടില്ലെന്ന് കർത്താവ് പറഞ്ഞു. ഇതുപോലൊരു വിശ്വാസം. അപ്പം ആ വിശ്വാസത്തിൽ സമയവും കീഴടങ്ങി. കാരണം അത് ഏത് മണിക്കൂറിലാണ് സുഖപ്പെട്ടത്, ഇന്ന മണിക്കൂറിന് ദൈവം കർത്താവ് പറഞ്ഞ അതേ മണിക്കൂറിലാണെന്നല്ല അയാൾ പറയുന്നുണ്ട്.
അതുപോലെ അയാൾ ഇവിടെ നിൽക്കുമ്പം ഭൃത്യൻ വീട്ടിലിരുന്ന് സുഖപ്പെടുക. അപ്പം ദൂരവും കീഴടങ്ങി. നമ്മൾ കർത്താവിനോട് ചേർന്ന് നമ്മെ കൊടുത്തു കഴിയുമ്പം ഈ സമയം കാത്തിരിപ്പൊന്നും പ്രശ്നമല്ല. കാരണം അവിടെ കാത്തിരിപ്പില്ല, ദൈവത്തിൻ്റെ സമയമാണ് പിന്നെ അത്. അതുകൊണ്ട് വിശ്വാസം സമയത്തെയും ദൂരത്തെയും കീഴടക്കും. അപ്പം നമ്മൾ ഒന്നാമത്തത്, നമുക്ക് സമർപ്പിക്കാൻ ദൈവം പല കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി മേൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അത് കർത്താവിന് കൊടുക്കണം. അപ്പോൾ ഒരുവനെ കർത്താവ് വിളിച്ച് തിരഞ്ഞെടുക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ, ഒന്ന് ഈശോയുടെ അടുത്തേക്ക് വന്ന് നമുക്കുള്ളത് കൊടുക്കുക, നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. രണ്ടാമത്തേത്, അവൻ അതെടുത്ത് വാഴ്ത്തി, ഹി ബ്ലെസ്ഡ് ഇറ്റ്. അപ്പം നമ്മെ അനുഗ്രഹിക്കും. അപ്പം നമ്മൾ കൊടുക്കുന്ന സമയമാണെങ്കിൽ ആ സമയത്തെ കർത്താവ് അനുഗ്രഹിക്കുക. അപ്പോൾ സമയത്തെ കർത്താവ് എങ്ങനെ അനുഗ്രഹിക്കും? നമ്മളിപ്പം നമ്മുടെ സമയം നമ്മുടെ ഇഷ്ടപ്രകാരമാണ് ചെലവഴിക്കുന്നത്, ദൈവഹിതം നോക്കിയിട്ടല്ല. പലപ്പോഴും കർത്താവിന് സമർപ്പിച്ച ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവ് ആ സമയത്തെ എടുത്ത് വാഴ്ത്തും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയം നമ്മൾ ദൈവിക കാര്യങ്ങൾക്കായിട്ട് കുറേ അധികം സമയം, വ്യക്തിപരമായ പ്രാർത്ഥന, വിശുദ്ധ ബലിയിൽ പങ്കുചേരാൻ, ഇടയ്ക്കുള്ള കുമ്പസാരം, കുടുംബ പ്രാർത്ഥന, അങ്ങനെ നമ്മൾ ഒരു ദിവസം തന്നെ സമയം കണ്ടെത്തും. കർത്താവ് അത് ക്രമീകരിക്കുക. ജോലി ചെയ്യാനുള്ള സമയം, അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനുള്ള സമയം, രോഗികളെ സന്ദർശിക്കാൻ, പാവപ്പെട്ടവൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ സുഖം അന്വേഷിച്ച് അവന് ആവശ്യമായത് കൊടുക്കാൻ, ഈ സമയത്തെ കർത്താവ് ബ്ലസ് ചെയ്യുക. ദൈവം ആ സമയത്തൊക്കെ നമ്മുടേതായിട്ട് സമയം പിടിച്ചു വെക്കുമ്പോൾ നമുക്ക് തന്നെ ഇഷ്ടം പോലെയാണ്. പലപ്പോഴും സമയം നമ്മൾ വ്യർത്ഥമായിട്ട് മൊബൈൽ ഫോണും അല്ലെങ്കിൽ സിനിമയും അങ്ങനെ 100 കാര്യങ്ങൾക്ക് വേണ്ടി വ്യർത്ഥമായിട്ട് ചെലവഴിക്കും. കർത്താവ് ആ സമയത്തെ എടുത്ത് വാഴ്ത്തിയോ, ആ സമയം കർത്താവ് ഭംഗിയായിട്ട് ക്രമീകരിക്കുക. ഇതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും നമ്മുടെ സമ്പത്താണെങ്കിൽ നമ്മളിപ്പം നമ്മുടെ ഹിതപ്രകാരം, നമ്മുടെ തന്നിഷ്ടപ്രകാരമാണ്, കുറച്ചൊക്കെ നന്മ ചെയ്യുന്നുണ്ടാകാം. ദൈവഹിതത്തിനൊത്ത് ചെയ്യണമെങ്കിൽ ദൈവത്തിനത് പരിപൂർണമായിട്ട് സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കുമ്പം ആ സമയത്തെ കർത്താവ് അനുഗ്രഹിക്കും. സമ്പത്തിനെ കർത്താവ് അനുഗ്രഹിക്കും. നമ്മുടെ സമ്പത്ത് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ജീവിതത്തിനും ഒരു വീതം നമ്മൾ ദൈവിക കാര്യങ്ങൾക്ക്, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, സുവിശേഷ ശുശ്രൂഷയ്ക്ക് നീക്കിവെക്കേണ്ടതിന്, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഒരു വിഹിതം, അങ്ങനെ നമ്മുടെ സമ്പത്ത് നമ്മൾ ക്രമീകരിക്കും. അത് കർത്താവ് ബ്ലസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് ബ്ലസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ അനിഷ്ടപ്രകാരം ചെലവഴിക്കും. അപ്പോൾ നമ്മൾ കർത്താവിന് എന്ത് കൊടുത്തോ, അപ്പോൾ സമയമാണെങ്കിൽ സമയം, അതല്ല സമ്പത്താണ് സമ്പത്ത്, കർത്താവ് അത് ബ്ലസ് ചെയ്യുക. ഇതുപോലെ ആരോഗ്യം കൊടുത്തു കഴിയുമ്പം നമുക്ക് കിട്ടിയ ആരോഗ്യം കൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ചെയ്യാനും ആരോഗ്യത്തോടെ കുടുംബത്തെ പരിപാലിക്കാനും എല്ലാം ഉള്ളൊരു കൃപ, അതിൻ്റെ ഒരു ക്രമീകരണം കർത്താവ് തരിക. നമ്മുടെ ബന്ധങ്ങൾ കർത്താവിന് കൊടുത്തു കഴിയുമ്പോൾ മോശമായ ബന്ധങ്ങളാണെങ്കിൽ കർത്താവ് അത് മാറ്റിക്കളയും. പ്ലസ് ചെയ്യുക എന്ന് പറയുമ്പം അനാവശ്യമായത് കർത്താവ് ഒഴിവാക്കി കളയും. നല്ല ബന്ധങ്ങളെ കർത്താവ് ഊട്ടി ഉറപ്പിക്കും. അത് നന്മയ്ക്കായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ കർത്താവിന് എന്ത് കൊടുത്തോ നമുക്ക് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന കർത്താവ് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മൾ കർത്താവിന് വിട്ടുകൊടുത്താൽ, കർത്താവിൻ്റെ ആണത്, നമ്മളത് സമർപ്പിക്കണം. അവൻ ബ്ലസ് ചെയ്ത് അനുഗ്രഹിക്കും. ഇപ്പം രണ്ടാമത്തെ പോയിന്റ് അതാണ്. മൂന്നാമത്തത്, ഹി ബ്രോക്ക് ഇറ്റ്, അവനത് വിഭജിച്ചു. എന്നിട്ടാണ് ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നത് ഈ അപ്പക്കഷ്ണങ്ങൾ. അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു മുറിക്കൽ നടത്തും. പലപ്പോഴും നമ്മളത് ഇഷ്ടപ്പെടില്ല, മുറിക്കുമ്പം വേദന ഉണ്ടാകും.
ശരിക്കും നമ്മൾ ചെയ്യുന്ന ഈ പ്രോസസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്ന ഒന്ന് കർത്താവിൻ്റെ അടുത്ത് പോകും. രണ്ടാമത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കർത്താവ് ബ്ലസ് ചെയ്യണം. അപ്പോൾ കർത്താവ് ബ്ലസ് ചെയ്യണം, അനുഗ്രഹം കിട്ടണം. കൂടുതലും നമ്മൾ ഭൗതികമായ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങളാണ് കൂടുതലും. ലോകത്തിൻ്റെ മോഹങ്ങൾ, ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ആഗ്രഹങ്ങളാണ് നമ്മൾ അത് ബ്ലസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിന് നമുക്ക് പ്രാധാന്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ പ്രോസസ്സ് കർത്താവ് വിളിക്കുമ്പം കർത്താവിൻ്റെ അടുത്തേക്ക് പോകും. പ്രധാനപ്പെട്ടത് രണ്ടാമത്തേതാണ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ 4 പ്രോസസ്സിനും 4 കാര്യങ്ങൾക്കും വിധേയമായാലാണ് കർത്താവിന് ഫലപ്രദമായ കാര്യങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. അപ്പം മൂന്നാമത്തത് മുറിക്കുന്നതാണ്. മുറിക്കുമ്പോൾ നമുക്ക് വേദനിക്കും. അപ്പോൾ ഈശോ അനുഗ്രഹിച്ചു. രണ്ടാമത്തെ പ്രോസസ്സിൽ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മീയമായിട്ടാണ് വചനം തന്ന് അനുഗ്രഹിക്കും. ആത്മീയ ദൈവിക ജ്ഞാനം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും ദാനങ്ങളാലും ഫലങ്ങളാലും ഇതെല്ലാമാണ് ഈ അനുഗ്രഹം. കർത്താവ് എടുക്കുമ്പം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളാണ്. ഭൗതികമായിട്ട് നമുക്ക് നന്മകൾ അനുഗ്രഹം തരും തീർച്ചയായിട്ടും. മൂന്നാമത് നമ്മളെ മുറിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹനങ്ങളുണ്ടാകും. അങ്ങനെ മുറിക്കുന്നത് ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15 അധ്യായത്തിൽ പറഞ്ഞിരിക്കും, കൂടുതൽ ഫലം തരാൻ വേണ്ടി ഈ ശാഖകളെ വെട്ടിമുറിക്കും. അപ്പം നമുക്ക് കൂടുതൽ ഫലം കിട്ടണമെങ്കിൽ ഈശോയുടെ മുറിക്കലിന് വിധേയമാകണം. അപ്പോൾ ഈശോ വിധക്കാരൻ്റെ ഉപമ പറഞ്ഞ പോലെ 30, 60, 100 മേനിയൊക്കെ ഫലം ആയിട്ട് വരണം. ഫലമായിട്ട് വരണമെങ്കിൽ ആ ഫലമായിട്ട് വന്നാലേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഫലങ്ങളാണല്ലോ കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ ഹൃദയത്തെ വചനം നന്നായിട്ട് ശ്രവിച്ച് ദൈവിക കാര്യങ്ങൾക്ക് തുറവിയുള്ള ഒരു ഹൃദയമായി മാറി, കഠിന ഹൃദയം മാറി മാംസള ഹൃദയമാകണം. നന്നായിട്ട് കിളച്ചൊരുക്കിയ നിലമായിട്ട് മാറണം. അങ്ങനെ മാറിക്കഴിയുമ്പോഴാണ് അത് നല്ല ഫലം പുറപ്പെടുവിക്കുന്നത്. 30, 60, 100 മേനികളായിട്ടത് മാറുന്നത്. അപ്പം മൂന്നാമത്തേത് ഈ ബ്രേക്കിംഗ് ആണ്, മുറിക്കൽ. അപ്പം ഈശോ തിരഞ്ഞെടുക്കുന്നവരെ അനുഗ്രഹിച്ച ശേഷം ഈശോ ഈ മുറിക്കലിന് വിധേയമാക്കും. അത് ഈശോയിൽ നമ്മൾ സ്ഥിരമായി വസിക്കാൻ വേണ്ട. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ തന്നെ ഈശോ പറയുന്നത്, "Those who abide in me and I in them bear much fruit, because apart from me you can do nothing." ഒരുവൻ എന്നിൽ വസിക്കുകയും ഞാൻ അവനിലും വസിക്കുമ്പോൾ അവർ ധാരാളം ഫലം പുറപ്പെടുവിക്കും. കാരണം എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഈശോയിൽ വസിക്കണമെങ്കിൽ നമ്മൾ ഈ മുറിയലിന് വിധേയമാകണം. കാരണം ലോകം നമ്മളിൽ വസിക്കുന്നുണ്ട്, ലോകത്തിൻ്റെ രൂപി, അതെല്ലാം നമ്മളെ വിട്ടുപോകണം. അപ്പോൾ ഈശോയിൽ വസിക്കുന്നവരായി മാറണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് അത് സാധിക്കത്തില്ല. കുറച്ച് നാളുകളിലൂടെ കർത്താവ് ഈ സഹനത്തിൻ്റെ അനുഭവങ്ങൾ അതിലൂടെ നമ്മൾ കടത്തിവിടും. നമുക്ക് എല്ലാവർക്കും എന്നും പലപ്പോഴും ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്. നമ്മളത് ദൈവികമായിട്ട് സ്വീകരിക്കാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ മുറിക്കലിൻ്റെ വിധേയപ്പെടലിന് നമ്മൾ പലപ്പോഴും ആ അനുഭവം കിട്ടുന്നില്ല. ഈ ദൈവഹിതത്തിനൊത്തു വരുമ്പം ഈ ഡെയിലി നടക്കുന്ന ഈ സഹനത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളത് കർത്താവിൽ നിന്ന് സ്വീകരിച്ച് അത് കർത്താവ് അനുവദിക്കുന്നതാണെന്ന് മനസ്സിലാക്കി ആ ക്ഷമയോടുകൂടി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കർത്താവിന് വസിക്കാൻ തക്ക വിധത്തിൽ ഒരുങ്ങും. അവനിൽ വസിച്ചാൽ മാത്രമേ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്യുന്നത്. Every branch that bears fruit, he prunes to make it bear more fruit. അപ്പോൾ അത് മുറിച്ചുകൊണ്ടേയിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ മൂന്നാമത്തെ പ്രോസസ്സാണ് മുറിക്കുന്നത്. നാലാമത്
ആണ് ഹി ഗേവ് ഇറ്റ് ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ 5 അപ്പം വീതിച്ചപ്പോൾ ഈശോ നടത്തിയ 4-മത്തെ പ്രോസസ്സാണ് മറ്റുള്ളവർക്കത് മുറിച്ചിട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫലങ്ങളാണ് കർത്താവ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കർത്താവിന് എന്ത് കൊടുത്തോ അത് സമയമാണ് കൊടുത്തെങ്കിൽ ആ സമയത്തിൻ്റെ ഫലങ്ങൾ മറ്റുള്ളവർക്ക് നന്മയായിട്ട് മാറുക. സമ്പത്ത് നമ്മൾ കർത്താവിന് കൊടുത്തോ ആ സമ്പത്തിനെ കർത്താവ് വാഴ്ത്തി അതിലൊരു മുറിക്കൽ നടത്തി. അതിൽ മുറിക്കൽ നടത്തുമ്പോൾ നമ്മളുടെ അത്യാഗ്രഹം അങ്ങനെയുള്ള കാര്യങ്ങൾ കർത്താവ് മുറിച്ച് നീക്കും. ബാക്കിയുള്ളത് കർത്താവ് മുറിച്ച് ക്രമീകരിച്ച് നന്മയ്ക്കായി മാറ്റി ഫലങ്ങളാക്കി മറ്റുള്ളവർക്കും കുടുംബത്തിനും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുത്ത രീതിയിൽ കൊടുക്കും. നമ്മുടെ ആരോഗ്യവും അങ്ങനെ തന്നെ. അതുപോലെ നമ്മുടെ ബന്ധങ്ങൾ കർത്താവ് അത് ക്രമീകരിച്ച് ഫലങ്ങളായിട്ട് മാറ്റി മറ്റുള്ളവർക്ക് കൊടുക്കും. ഈ ഫലങ്ങളില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് ഫലങ്ങളാണ് കൊടുക്കേണ്ടത്. ഫലങ്ങൾ ധാരാളം ഉണ്ടാകണമെങ്കിൽ ഈശോ അത് നമ്മെ മുറിച്ച് നമ്മുടെ സഹനത്തിലൂടെ നമ്മെ വിധേയമാക്കി ഈശോയിൽ വസിക്കാൻ പ്രാപ്തരാക്കി കഴിയുമ്പം പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയും. ആ ഫലങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് കാരണമായിട്ട് മാറും. ഈ വചനഭാഗം 5 അപ്പം 5000 കൊണ്ട് 5000 പേരെ തീറ്റുന്ന ആ ഭാഗം, ഇതേ ഒരു കാര്യമാണ് അന്ത്യത്താഴ് വേളയിലും നടക്കുന്നത്. അത് നമ്മൾ വായിക്കുന്നത് 1 കൊറിന്തോസ് ലേഖനഭാഗത്ത് വായിക്കുന്ന 1 കൊറിന്തോസ് 11:23-24. ഹി ടുക്ക് എ ലോഫ് ഓഫ് ബ്രെഡ് ആൻഡ് he had given thanks, broke it and said, this is my body that is given for you. അപ്പോൾ ആദ്യം എന്താണ്? ഹി ടുക്ക്, അവനത് എടുത്തു, അവൻ്റെ അടുത്തേക്ക് വന്നു, അവനെ കൊടുത്തു. നമ്മൾ കൊടുത്തത് ഈശോ എടുത്തു. പിന്നെ അവന് നന്ദി പറഞ്ഞു വാഴ്ത്തി. പിന്നെ അത് മുറിച്ചു, ബ്രോക്കറ്റ്. പിന്നെ അത് കൊടുത്തു, നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ അത് സെയിം കാര്യമാണ് അന്ത്യത്താഴ്വരയിൽ നടക്കുന്നത്. ലൂക്കാ സുവിശേഷത്തിലും മത്തായി സുവിശേഷത്തിലെല്ലാം ഉണ്ട്. ലൂക്കാ 24:30 വചനം പറയാണ്, വെൻ ഹി വാസ് അറ്റ് ദ ടേബിൾ വിത്ത് ദം. അത് എമ്മൗസിലേക്ക് പോയ ആ ശിഷ്യന്മാർക്ക് ഈശോ അപ്പം മുറിച്ച് കൊടുക്കുന്ന ഭാഗമാണ്. വെൻ ഹി വാസ് അറ്റ് ദ ടേബിൾ വിത്ത് ദം ഹി ടുക്ക് ബ്രെഡ്, ബ്ലസ്ഡ് ആൻഡ് ബ്രോക്ക് ഇറ്റ് ആൻഡ് ഗേവ് ഇറ്റ് ടു ദം. ബ്ലസ്ഡ് ഇറ്റ് ആൻഡ് ബ്രോക്ക് ഇറ്റ് ആൻഡ് ഗേവ് ഇറ്റ് ടു ദം. അപ്പോൾ ഇവിടെ എല്ലാം ഈ 4 പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പം മനുഷ്യപ്രയത്നത്തെ, അതുകൊണ്ടല്ല ലത്തീൻ കുർബാനയിൽ കുർബാന സ്ഥാപന വചനങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഫ്രൂട്ട് ഓഫ് ദി എർത്ത്, വർക്ക് ഓഫ് ഹ്യൂമൻ ഹാൻഡ്സ്, ഇറ്റ് വിൽ ബിക്കം അവർ സ്പിരിച്വൽ ഫുഡ്സ്. അപ്പം മണ്ണിലെ ഫലങ്ങളാണിത്, മനുഷ്യൻ്റെ പ്രയത്നമാണ്. ഇതാണ് നമ്മൾ കർത്താവിന് കൊടുക്കുന്നത്. ഇറ്റ് വിൽ ബിക്കം അവർ സ്പിരിച്വൽ ഫുഡ്. അപ്പം നമ്മളിത് കൊടുത്തു കഴിയുമ്പം നമ്മുടെ സമയം, സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ, അങ്ങനെ നമ്മിൽ കർത്താവ് തന്നിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലങ്ങൾ, ഇതെല്ലാം കർത്താവിന് കൊടുക്കുമ്പം കർത്താവ് അതെടുത്ത് വാഴ്ത്തി വിഭജിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പം അത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ സമയം കർത്താവിൻ്റെ സമയത്തിൻ്റെ ഭാഗമായി, നമ്മുടെ സമ്പത്ത് കർത്താവിൻ്റെ സമ്പത്തിൻ്റെ ഭാഗമായി, നമ്മുടെ ആരോഗ്യം കർത്താവിൻ്റെ ആരോഗ്യത്തിൻ്റെ ഭാഗമായി, നമ്മുടെ ബന്ധങ്ങൾ കർത്താവിനുള്ള ബന്ധങ്ങളുടെ ഭാഗമായി മാറി. അതെല്ലാം പിന്നെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട്, നമ്മൾ തന്നെ കർത്താവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളാണല്ലോ. അപ്പം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുക നമ്മുടെ ചിന്തകളെല്ലാം. അപ്പോൾ അത് അങ്ങനെ വന്നു കഴിയുമ്പം അതാണ് കർത്താവ് മറ്റുള്ളവർക്ക് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം ഒരുവനെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ
ഈ കാര്യങ്ങളിലൂടെ എല്ലാം കർത്താവിനെ കടത്തിവിടും. അങ്ങനെ നമ്മെ മറ്റുള്ളവർക്ക് നമുക്ക് ദാനമായതിന് അവിടെ നിന്ന് നൽകിയിരിക്കുന്ന നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യം എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കത്തക്ക രീതിയിൽ, ഫലങ്ങളായിട്ട് കൊടുക്കത്തക്ക രീതിയിൽ കർത്താവ് രൂപാന്തരപ്പെടുത്തും. അപ്പോൾ അന്ത്യാത്താഴ്വരയിലെ ആ ചിന്ത, ഒരു അന്ത്യാത്താഴ്വരയിൽ നടന്ന സംഭവം അതേപോലെ ഈ അഞ്ചപ്പം വിഭജിച്ചപ്പോഴും നടക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിലും അത് നടക്കുകയാണ്. കർത്താവ് എടുത്ത് നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ സമ്പത്തും എൻ്റെ ആരോഗ്യവും എൻ്റെ സമയവും എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ ബുദ്ധി, കഴിവുകൾ, സ്വാധീനം, അധികാരം, അങ്ങനെ എനിക്ക് അവിടുന്ന് തന്നിരിക്കുന്ന അനേക കാര്യങ്ങൾ, എണ്ണിയാൽ തീരാത്ത നന്മകളുണ്ട്. അവിടുന്ന് നൽകിയതാണ്. പലപ്പോഴും ഞാനത് സ്വന്തമായിട്ട് ഈശോയെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെതല്ലത്, അങ്ങയുടേതാണ്. ഞാനത് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഈശോ, പരിപൂർണമായിട്ട് അങ്ങ് എനിക്ക് നൽകുന്ന ഈ കാര്യങ്ങളെല്ലാം സമർപ്പിക്കുന്നു. അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങ് അവയെ എടുത്ത് വാഴ്ത്തി മുറിച്ച് അനേകർക്ക് ഉപകാരമാക്കി മാറ്റണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തി അവിടുത്തെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് മുറിവേറ്റ അനേക അവയവങ്ങൾക്ക്, അങ്ങയുടെ ശരീരത്തിലെ തന്നെ മുറിവേറ്റ അനേക അവയവങ്ങൾക്ക് സൗഖ്യം കിട്ടത്തക്ക രീതിയിൽ ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.